നമസ്കാരം, സക്സസ് പാത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇതൊരു മോക്ക് ടെസ്റ്റ് ആയിട്ട് എടുക്കാവുന്നതാണ്. വീഡിയോയുടെ അവസാനം എത്ര മാർക്ക് കിട്ടി എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യാം. വീഡിയോയിലേക്ക് കടക്കാം. തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആണ് തെറ്റായ പ്രസ്താവന. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നത് സെറിബ്രം ആണ് എന്നുള്ളത് തെറ്റായ പ്രസ്താവനയാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ വലിയ ഭാഗമാണ് സെറിബെല്ലം. മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ വലിയ ഭാഗമാണ് സെറിബെല്ലം. മനുഷ്യ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ എന്ന് വിളിക്കുന്നത് തലാമസിനെയാണ്. മനുഷ്യ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ എന്ന് വിളിക്കുന്നത് എന്തിനെയാണ്? തലാമസിനെയാണ്. സെറിബ്രത്തിന്റെ ബാഹ്യഭാഗമാണ് കോർട്ടെക്സ്. സെറിബ്രത്തിന്റെ ബാഹ്യഭാഗം അറിയപ്പെടുന്നത് കോർട്ടെക്സ് എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്ന്? 1993. 1993 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. സാധാരണമായി കുട്ടികളിലും ചെറുപ്പക്കാരിലും കണ്ടുവരുന്ന പ്രമേഹ ഇനം ടൈപ്പ് 1. ടൈപ്പ് 1 പ്രമേഹ ഇനമാണ് സാധാരണമായി കുട്ടികളിലും ചെറുപ്പക്കാരിലും കണ്ടുവരുന്ന പ്രമേഹ ഇനം. വീരസേനന്റെ പുത്രൻ. വീരസേനന്റെ പുത്രൻ അറിയപ്പെടുന്നത് വൈരസേനി. വൈരസേനി എന്നാണ് വീരസേനന്റെ പുത്രൻ അറിയപ്പെടുന്നത്. മനുഷ്യ ശരീരത്തിലെ ഏതു ഭാഗത്തെക്കുറിച്ചുള്ള ശാസ്ത്രശാഖയാണ് ഫ്രീനോളജി? മസ്തിഷ്കം. മനുഷ്യ ശരീരത്തിൽ മസ്തിഷ്കത്തെക്കുറിച്ചുള്ള ശാസ്ത്രശാഖയാണ് ഫ്രീനോളജി. മസ്തിഷ്കത്തെക്കുറിച്ചുള്ള ശാസ്ത്രശാഖ ഫ്രീനോളജി. കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്നത് ഏത്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുല. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലയാണ് കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്നത്. കോശാസ്ഥികൂടം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുല. നിയമനിർമ്മാണ വിഭാഗത്തിൽ പെടുന്നത് തന്നിരിക്കുന്നതിൽ ലോകസഭ, രാജ്യസഭ, രാഷ്ട്രപതിയാണ് നിയമനിർമ്മാണ വിഭാഗത്തിൽ പെടുന്നത്. ലോകസഭ, രാജ്യസഭ, രാഷ്ട്രപതി നിയമനിർമ്മാണ വിഭാഗത്തിൽ പെടുന്നു. എഴുത്തച്ഛൻ പുരസ്കാരം തുക എത്രയാണ്? 5 ലക്ഷം. എഴുത്തച്ഛൻ പുരസ്കാരം തുക 5 ലക്ഷം രൂപയാണ്. യു തിങ്ക് യു ആർ ബ്രില്യന്റ് ഡാഷ്. യു തിങ്ക് യു ആർ ബ്രില്യന്റ് ഡാഷ്. എന്താണ് ആൻസർ വരുന്നത്? ഡോണ്ട് യു. യു തിങ്ക് യു ആർ ബ്രില്യന്റ് ഡോണ്ട് യു. തെറ്റായ ജോഡി ഏത്? ഹൃദയം, വില്ലസുകൾ. തെറ്റായ ജോഡിയാണ് ഹൃദയം, വില്ലസുകൾ എന്നുള്ളത്. ശരിയായിട്ടുള്ള ജോഡികൾ നോക്കാം. ഉമിനീർ ഗ്രന്ഥി. ഉമിനീർ ഗ്രന്ഥിയിൽ അടങ്ങിയിരിക്കുന്നത് ലൈസോസോം ആണ്. ഉമിനീർ ഗ്രന്ഥി ലൈസോസോം. അതുപോലെ പല്ല് സിമന്റമാണ്. പല്ലിൽ അടങ്ങിയിരിക്കുന്നത് സിമന്റമാണ്. അന്നനാളം പെരിസ്റ്റാൾസിസ്. അന്നനാളത്തിലുള്ളത് പെരിസ്റ്റാൾസിസ് ആണ്. സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? കുഷ്ഠരോഗം. സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന അശ്വമേധം പദ്ധതി കുഷ്ഠരോഗവുമായി ബന്ധപ്പെട്ടതാണ്. തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി രാഷ്ട്ര തലസ്ഥാനമായുള്ള അവസ്ഥയ്ക്ക് പറയുന്ന പേര്? റിപ്പബ്ലിക്. തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി രാഷ്ട്ര തലസ്ഥാനമായുള്ള അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് റിപ്പബ്ലിക്. ചെണ്ട കൊട്ടിക്കുക എന്ന ശൈലി ഏത് അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്? അപമാനിക്കുക. ചെണ്ട കൊട്ടിക്കുക എന്നാൽ അപമാനിക്കുക എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ചെണ്ട കൊട്ടിക്കുക, അപമാനിക്കുക. ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്ന്? 1986. 1986 ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത്. അറ്റ്ലസ് അസ്ഥി കാണപ്പെടുന്നത് ശരീരത്തിലെ ഏതു ഭാഗത്താണ്? അറ്റ്ലസ് അസ്ഥി കഴുത്ത്. അറ്റ്ലസ് അസ്ഥി കാണപ്പെടുന്നത് കഴുത്തിന്റെ ഭാഗത്തായിട്ടാണ്. കഴുത്തിന്റെ ഭാഗത്തായിട്ടാണ് അറ്റ്ലസ് അസ്ഥി കാണപ്പെടുന്നത്. താഴെ നൽകിയവരിൽ പ്ലവക്ഷമ ബലം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് എന്തിനാണ്? ഉപ്പുവെള്ളം. ഉപ്പുവെള്ളത്തിനാണ് പ്ലവക്ഷമ ബലം തന്നിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത്. ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യ ജില്ല ഏത്?
വയനാട്. വയനാടാണ് ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യത്തെ ജില്ല. ഡെർമറ്റോളജി മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ്? ഡെർമറ്റോളജി ത്വക്കിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ്. ത്വക്കിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഏതാണ്? ഡെർമറ്റോളജി. താപം ഏറ്റവും കൂടുതൽ ആഗിരണം ചെയ്യുന്ന നിറം? കറുപ്പ്. താപം ഏറ്റവും കൂടുതൽ ആഗിരണം ചെയ്യുന്ന നിറം ഏതാണ്? കറുപ്പ്. എന്താണ് ഡാൾട്ടനിസം? ഡാൾട്ടനിസം എന്ന രോഗാവസ്ഥ എന്താണ്? നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ. നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ് ഡാൾട്ടനിസം. നത്തിങ് ഈസ് വർത്ത് ദാൻ ദിസ് ഡേ. ഇതിന്റെ ശരിയായിട്ടുള്ള മീനിങ് ഇന്നിനേക്കാൾ വിലപ്പെട്ടതായി ഒന്നുമില്ല. നത്തിങ് ഈസ് വർത്ത് ദാൻ ദിസ് ഡേ. ഇന്നിനേക്കാൾ വിലപ്പെട്ടതായി ഒന്നുമില്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മെന്റൽ എബിലിറ്റി ആണ്. AB, BA, ABC, CBA, ABCD. അങ്ങനെയാണെങ്കിൽ അടുത്ത വരുന്നത് എന്താണ്? ഈ ശ്രേണിയിൽ അടുത്ത വരുന്നത് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ആദ്യം ശ്രേണി നോക്കാം. AB തൊട്ടടുത്ത് വരുന്നത് BA ആണ്. അതായത് എനെയും BAയും തിരിച്ചിട്ടു, BA എന്നാക്കി. അടുത്തത് ABC. ABCനെ തിരിച്ചാണ് നെക്സ്റ്റ് ശ്രേണി വന്നിരിക്കുന്നത്, CBA. അടുത്തത് ABCD. അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് എന്ത് വരും? DCBA. ഓപ്ഷൻ D ആണ് DCBA. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ ആദ്യത്തെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വന്നത് എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരം. തിരുവനന്തപുരത്താണ് കേരളത്തിലെ ആദ്യത്തെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വന്നത്. മലബാർ സുന്ദരി ആര് വരച്ച ചിത്രമാണ്? രാജാ രവിവർമ്മ. രാജാ രവിവർമ്മ വരച്ച ചിത്രമാണ് മലബാർ സുന്ദരി. പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തത് ഏത്? ബാങ്കിംഗ്. തന്നിരിക്കുന്നതിൽ ബാങ്കിംഗ് ആണ് പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തത്. ഖനനം, മത്സ്യബന്ധനം, കോഴി വളർത്തൽ ഇവയെല്ലാം പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്നു. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഏതു സംഭവത്തിലാണ് 2019 ബ്രിട്ടൻ ഖേദം പ്രകടിപ്പിച്ചത്? ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയിലാണ് 2019 ബ്രിട്ടൻ ഖേദം പ്രകടിപ്പിച്ചത്. കേരള ഫോക്ലോർ അക്കാദമിയുടെ മുഖപത്രം? പൊലി. കേരള ഫോക്ലോർ അക്കാദമിയുടെ മുഖപത്രം പൊലി. കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് എവിടെയാണ് നിലവിൽ വന്നത്? ആലപ്പുഴ. കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് നിലവിൽ വന്നത് ആലപ്പുഴയിലാണ്. ദേശീയ തലത്തിൽ ഭരണ ഉദ്യോഗസ്ഥ തലങ്ങളിലുള്ള അഴിമതി തടയാനായി സ്ഥാപിക്കപ്പെട്ട സംവിധാനം ഏത്? ലോക്പാൽ. എന്താണ് ലോക്പാല്? ദേശീയ തലത്തിൽ ഭരണ ഉദ്യോഗസ്ഥ തലങ്ങളിലുള്ള അഴിമതി തടയാനായി സ്ഥാപിക്കപ്പെട്ട സംവിധാനമാണ്. രക്തരൂക്ഷിതമായ ഞായറാഴ്ച ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്? റഷ്യൻ വിപ്ലവം. രക്തരൂക്ഷിതമായ ഞായറാഴ്ച റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. ഗ്രാമീണ കാർഷിക വികസനത്തിനായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഉയർന്ന ബാങ്ക് ഏത്? നബാർഡ്. നബാർഡ് ആണ് ഗ്രാമീണ കാർഷിക വികസനത്തിനായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഉയർന്ന ബാങ്ക്. കൃത്രിമ പാനീയങ്ങളിൽ എറിത്രോസിൻ ചേർക്കുന്നത് എന്തിനാണ്? സുഗന്ധത്തിന്. സുഗന്ധത്തിന് വേണ്ടിയിട്ടാണ് കൃത്രിമ പാനീയങ്ങളിൽ എറിത്രോസിൻ ചേർക്കുന്നത്. അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കുമമലേ വിവേകികൾ കുമാരനാശാന്റെ ഏതു കൃതിയിലെ വരികളാണ്? നാളിനി എന്ന കൃതിയിലെ വരികളാണിവ. എന്താണ് വരികൾ? അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കുമമലേ വിവേകികൾ. നാളിനി എന്ന കൃതിയിലെ വരികളാണ്. കുമാരനാശാന്റെ കൃതിയാണ് നാളിനി. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അധ്യക്ഷൻ ആരായിരുന്നു? ഫസൽ അലി. ഫസൽ അലിയാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അധ്യക്ഷൻ. ത്രഷോൾഡ് എന്ന കോഡുനാമമുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏത്? വിൻഡോസ് 10. വിൻഡോസ് 10 ആണ് ത്രഷോൾഡ് എന്ന കോഡുനാമമുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം.
ഹരിത വിപ്ലവത്തിൽ ഏറ്റവും മെച്ചമുണ്ടാക്കിയ നാണ്യവിള ഏത്? കരിമ്പ്. കരിമ്പാണ് ഹരിത വിപ്ലവത്തിൽ ഏറ്റവും മെച്ചമുണ്ടാക്കിയ നാണ്യവിള. പ്രധാനമന്ത്രിയാവാനുള്ള കുറഞ്ഞ പ്രായം? 25 വയസ്സ്. പ്രധാനമന്ത്രി ആവാനായുള്ള കുറഞ്ഞ പ്രായം 25 വയസ്സാണ്. ഭൂമിയുടെ പിണ്ഡത്തിൽ ഏറ്റവും കൂടുതലുള്ള ഭാഗം? മാന്റിൽ. ഭൂമിയുടെ പിണ്ഡത്തിൽ ഏറ്റവും കൂടുതലുള്ള ഭാഗമാണ് മാന്റിൽ. ഓർമ്മയുടെ ഭ്രമണപഥം എന്നത് ആരുടെ ആത്മകഥയാണ്? ഓർമ്മയുടെ ഭ്രമണപഥം ജി മാധവൻ നായരുടെ ആത്മകഥയാണ്. ജി മാധവൻ നായരുടെ ആത്മകഥ ഓർമ്മയുടെ ഭ്രമണപഥം. എത്ര വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്കാണ് സർക്കാരിന്റെ താലോലം പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്നത്? 18 വയസ്സ്. 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്കാണ് സർക്കാരിന്റെ താലോലം പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്നത്. വെട്ടത്ത് സമ്പ്രദായം, കപ്ലിങ്ങാടൻ സമ്പ്രദായം, കല്ലുവഴിച്ചിട്ട എന്നിവ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എന്തൊക്കെയാണ്? വെട്ടത്ത് സമ്പ്രദായം, കപ്ലിങ്ങാടൻ സമ്പ്രദായം, കല്ലുവഴിച്ചിട്ട. ഏത് കലാരൂപവുമായിട്ടാണ് ബന്ധം? കഥകളി. കഥകളിയുമായിട്ടാണ് വെട്ടത്ത് സമ്പ്രദായം, കപ്ലിങ്ങാടൻ സമ്പ്രദായം, കല്ലുവഴിച്ചിട്ട എന്നിവ ബന്ധപ്പെട്ടിരിക്കുന്നത്. രാജ്യസഭയുടെ കാലാവധി എത്ര? സ്ഥിരം സഭ. സ്ഥിരം സഭയാണ് രാജ്യസഭ. എലോറേറ്റിംഗ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചെസ്. എലോറേറ്റിംഗ് ഏത് കളിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ചെസ്. എലോറേറ്റിംഗ് ചെസ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. തെറ്റായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ബി ആണ്. മൈക്രോഫോൺ വൈദ്യുതോർജ്ജത്തെ ശബ്ദോർജ്ജമാക്കുന്നു. മൈക്രോഫോൺ വൈദ്യുതോർജ്ജത്തെ ശബ്ദോർജ്ജമാക്കുന്നു എന്നുള്ളത് തെറ്റായ പ്രസ്താവനയാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനകൾ നോക്കാം. ലൗഡ് സ്പീക്കർ വൈദ്യുതോർജ്ജത്തെ ശബ്ദമാക്കുന്നു. ശരിയാണ്. ഇലക്ട്രിക് മോട്ടോർ വൈദ്യുതോർജ്ജത്തെ യാന്ത്രികോർജ്ജമാക്കുന്നു. ശരിയാണ്. ഡയനാമോ യാന്ത്രികോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കുന്നു. ശരിയാണ്. മൈക്രോഫോൺ ശബ്ദോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കുകയാണ് ചെയ്യുന്നത്. ഭരണഘടനയുടെ 61ാം ഭേദഗതി എന്തുമായി ബന്ധപ്പെട്ടതാണ്? വോട്ടു ചെയ്യാനുള്ള കുറഞ്ഞ പ്രായം 18 ആക്കി. ഭരണഘടനയുടെ 61ാം ഭേദഗതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വോട്ട് ചെയ്യാനുള്ള കുറഞ്ഞ പ്രായം 18 ആക്കി മാറ്റിയതാണ് ഭരണഘടനയുടെ 61ാം ഭേദഗതി. മാതൃക പോലെ എഴുതുക. വാഴച്ചുവട്, വാഴയുടെ ചുവട്. അങ്ങനെയെങ്കിൽ ജീവിതാവസ്ഥ എങ്ങനെ എഴുതും? വാഴച്ചുവട് വാഴയുടെ ചുവടെന്നാക്കി. അപ്പോൾ ജീവിതാവസ്ഥ ജീവിതത്തിന്റെ അവസ്ഥ. ജീവിതാവസ്ഥ ജീവിതത്തിന്റെ അവസ്ഥ. ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ച ഉപഗ്രഹ അധിഷ്ഠിത ഗതിനിർണയ സംവിധാനം ഏത്? IRNSS. IRNSS ആണ് ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ച ഉപഗ്രഹ അധിഷ്ഠിത ഗതിനിർണയ സംവിധാനം. താഴെ നൽകിയിരിക്കുന്നവയിൽ പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ ഭാഗമായി വരുന്ന പ്രദേശം ഏത്? കൊങ്കൺ തീരസമതലം. തന്നിരിക്കുന്നതിൽ പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ ഭാഗമായി വരുന്നതാണ് കൊങ്കൺ തീരസമതലം. ഭരണഘടനയിൽ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പുകൾ 25 മുതൽ 28 വരെ. 25 മുതൽ 28 വരെയുള്ള വകുപ്പുകളിലായിട്ടാണ് ഭരണഘടനയിൽ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്നത്. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയത്തിന് ഉദാഹരണം ഏത്? ആസൂത്രണം. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയത്തിന് ഉദാഹരണമാണ് ആസൂത്രണം. നമ്മൾ ഇന്ന് 50 ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് നാളെ വരാം. താങ്ക് യു.